ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളുണ്ട്. 2020 ഇന്ത്യയിൽ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗനിർദ്ദേശങ്ങളും ദർശനങ്ങളും ഇന്ത്യ 2020 എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അദ്ദേഹം ഒരു സാങ്കേതിക വിദ്യാ വിദഗ്ധൻ മാത്രമായിരുന്നില്ല, രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്ര സംഘടന കൂടിയായിരുന്നു. ഭാരതരത്നം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഉപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചെറുതലവുമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. കോട്ടയ്ക്കുള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരാലിയുടെ മകനായി സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ പള്ളിയുമുണ്ട്. പള്ളിക്കര ബീച്ച്, ചന്ദ്രഗിരി കോട്ട, അനന്തപുരം തടാക ക്ഷേത്രം, വലിയപറമ്പ് കായൽ, റാണിപുരം തുടങ്ങിയവ ബേക്കർ കോട്ടയ്ക്കടുത്തുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റത്തുള്ള രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. കോമൺവെൽത്ത് ഓഫ് നേഷൻസ് അംഗമായ ദക്ഷിണാഫ്രിക്ക ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും സാമൂഹികമായും സാമ്പത്തികമായും വികസിച്ച രാജ്യമായി കരുതുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തോടും ഇന്ത്യൻ മഹാസമുദ്രത്തോടും പഴയകാല മനുഷ്യന്റെ അനുഭവിച്ച ദുരിതങ്ങൾ, ആ ദുരിതങ്ങളിൽ നിന്നാണ് അവരെ മോചനത്തിനായി ആഗ്രഹിച്ചത് എന്നും അല്ലെ, അതിലൂടെയാണ് അവർ സ്വാതന്ത്ര്യ സമരം എന്ന ഇതിലേക്ക് വരുന്നത്. അവിടെയാണ് ഗാന്ധിജിയെ പരിചയപ്പെട്ടത്. ഗാന്ധിജിയും അവിടെ ദക്ഷിണാഫ്രിക്കയിൽ അനുഭവിച്ച ആ ഒരു വിവേചനത്തിന്റെ കഥ കൂടി മനസ്സിലാക്കുന്നു. അപ്പൊ ഇന്ത്യക്കാരനായ ഗാന്ധിജി കൂടി അതിൽ പങ്കാളിയാകുന്നു എന്ന് അറിയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ കുറച്ചുകൂടി തീവ്രമായ ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അത് അതിലേക്ക് ആഡ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മാതൃകമാണ്, അതായത് മണല്, കാടോട്, അതുപോലെ കളിമണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് മാതൃക നിർമ്മിച്ച് ചിത്രം നൽകാൻ പറയാം. അടുത്തത് മണ്ണിനങ്ങളുടെ ഒരു ശേഖരണം നടത്താം. പിന്നെ അതുപോലെ മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ ഡിജിറ്റൽ ലഭിക്കുന്നതാണ്. ഒമ്പതാമത്തെ പാഠം ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സംഖ്യകളും
അതില് നമ്മൾ ഈ തോത് എന്ന ആശയം ഗ്രഹിക്കുന്നതിന് നമ്മൾ ആദ്യം ക്ലാസ് മുറിയുടെ ഒരു രൂപരേഖ തയ്യാറാക്കുകയും അത് തയ്യാറാക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് നമ്മൾ തോത് എന്ന ആശയത്തിലേക്ക് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ ആ രൂപരേഖ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ അവൻ ആ പാഠഭാഗത്തിലെ ആശയം കിട്ടും അല്ലേ? ദക്ഷിണാഫ്രിക്ക അത് നമ്മൾ മാപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. മാപ്പ് കാണിച്ചു കൊടുക്കുമ്പോ ആഫ്രിക്ക വൻകര നമ്മൾ കാണിച്ചു കൊടുത്തു, അതിൽ ദക്ഷിണാഫ്രിക്ക കാണിച്ചു കൊടുത്തു അല്ലേ? അപ്പൊ അവന് നേരെ വേഗം നടത്തി കാണുന്നതാണ് ദക്ഷിണാഫ്രിക്ക. എവിടെയാണ് വന്നത്? താഴെയാണോ, മുകളിലാണോ, ഇടതാണോ, വലതാണോ? ഇങ്ങനെ അല്ലാതെ ചിലപ്പോ തെറ്റെന്നോ വടക്കോ. സാമഗ്രികളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ സെക്കൻഡ് ടേമില് 5-7 ക്ലാസ്സുകളിലെ സെക്കൻഡ് ടേമിലെ പാഠപുസ്തകം വിനിമയം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാ ആശയങ്ങളുമാണ് നമ്മളിവിടെ കണ്ടെത്തി അവതരിപ്പിച്ചത്. അടുത്ത സെഷൻ ഗായത്രി. Somebody save your soul, 'cause you've been sinning in the city. I know too many troubles, all these lovers got you losing control. You like a drug to me, a luxury, my sugar and gold. I want the good life every good night, you're a hot one to hold. 'Cause you don't even know I can make your hands clap. Said I can make your hands clap. Somebody save your soul, 'cause you've been sinning in the city. I know too many troubles, all these lovers got you losing control. എല്ലാ കുട്ടികളെയും കഴിവ് കണ്ടെത്താൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അധ്യാപികയ്ക്ക് പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് പകുതി പേര് കഴിവ് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. കാരണം അതിന്റെ മുന്നുള്ള അധ്യാപകർ നിങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും അല്ലെ? ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണെങ്കിൽ 4ാം ക്ലാസ്സിലെ ടീച്ചറുമായിട്ട് സംസാരിക്കും അല്ലെ? പിന്നെ കുട്ടികളെ കുറിച്ച്. അപ്പൊ അവർക്ക് ഒരുപാട് വിവരങ്ങൾ തരാം. അപ്പൊ പകുതി
ഇവിടത്തേക്ക് രാവിലെ സാധാ പേപ്പർ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഭൂപരിശോധന പറയുന്നത്. ഇത് പ്രധാനമായിട്ട് എത്ര തരമുണ്ട്? 3 തരമാണ്. വരച്ച് ഭൂപടം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മധ്യ അക്ഷാംശ രേഖാപ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഈ ഭൂപരിശോധനയായിട്ട് നമ്മൾ നോക്കി കാണാൻ കഴിയുന്നുണ്ടല്ലോ. വ്യക്തമായിട്ട് എല്ലാവരും കണ്ടോ? ക്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അവർ കൃത്യമായിട്ട് കൊണ്ടുവരും. അത് കുട്ടിയോട് തന്നെ ഒരു ഗ്ലോബിൽ എങ്ങനെയാണ് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും മനസ്സിലാക്കുന്നത്. 1 മുതൽ 2000 വരെ ആ ചാർട്ടിൽ എഴുതണം. അപ്പൊ ആദ്യം എഴുതിയിരുന്ന അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എഴുതിയിരുന്ന ടീം വിജയിക്കും.